ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേയൊക്കെ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ കണ്ടു കാണും. കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ ദുബായിൽ നിന്ന് വന്നിറങ്ങി. ഞാൻ അവിടെ ഡിപ്പാർച്ചറിൻ്റെ ഗേറ്റ്, ഓക്കെ, ആ ഫൈനൽ ആ ഗേറ്റിന് കടന്നാൽ പുറത്തിറങ്ങാന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോണ്ട് കുറച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. അത് വിളിക്കുന്നത് എങ്ങനെ അറിയാം നമ്മളെ പുറത്തേക്ക്. നമ്മൾ എല്ലാം കഴിഞ്ഞടേ, ദുബായിൽ ചെക്കിങ് കഴിഞ്ഞു, അവിടുന്ന് കൊച്ചിയിൽ ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ആ ഡോറിൻ്റെ കുറച്ചിങ്ങോട്ട് ഒരു അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിലും ഇവിടെ നാട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡുമായിട്ട് മറ്റേ 2 സ്കാനറും വെച്ചിട്ട് നിൽക്കുകയാണ്. നിന്നോട്ടെ, അവരുടെ ഡ്യൂട്ടിയാണ്, വിഷയമുള്ള കാര്യമൊന്നുമല്ല, അവർ നിന്നോട്ടെ. എന്നിട്ട് വിളിക്കുന്നത് എങ്ങനെ അറിയോ? ഡേയ് ഡേയ് ബ്രോ ബ്രോ. എടാ, ഒരുമാതിരി നമ്മളെന്തോ വലിയ തെറ്റുകാർ, അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു പുച്ഛം പോലെ വിളിച്ചിട്ട് ആ വേഗം ഇട്ടേക്ക്, ഞാൻ പോയാൽ. ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്താ വിഷയം, എന്താ കാര്യം, ഇതൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്ത, പക്ഷേ എനിക്ക് പറഞ്ഞു തരണം ഈ പോകുന്ന മുന്നിൽ, അതായത് ഞാൻ വന്ന അതേ ഫ്ലൈറ്റിൽ സ്ത്രീകളും കുട്ടികളും പിന്നെ കുറച്ച് വെൽ ഡ്രസ്ഡ് എന്ന് സോക്കോൾഡ് സൊസൈറ്റി പറയുന്ന കുറച്ച് ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ ചീന്തി കാണുമ്പോൾ തന്നെ ഒരു മാന്യതയുടെ ഒരു പര്യായമായിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സിങ്ങും ഒരു അപ്പിയറൻസും ഉള്ള ആളുകളൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ചിലരെ ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ഫാമിലിയാണോ, ഒന്ന് പോയിക്കോളൂ. മനസ്സിലായോ? ഒരേ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരാണ്. എനിക്ക് ശേഷം താടിയുണ്ട്, എൻ്റെ കയ്യുമ്മ ടാറ്റു ഉണ്ട്, എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കുറച്ചൊരു മനസ്സിലായില്ലേ ജെൻ എക്സ് സാധനമാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളെന്തോ കൊടൂര ഭീകരരാണ് എന്നുള്ള രീതിക്കാണ് ഈ നിൽക്കുന്ന ഓഫീസർമാർ നമ്മളോട് പെരുമാറുന്നത്, എന്നോട് പെരുമാറിയത്. ഞാനത് സ്കാൻ ചെയ്തു, തിരിച്ചു വന്നു. ഞാൻ ആ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു വളരെ മാന്യമായിട്ട്, സാർ എന്നെ മാത്രം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുറച്ച് സെലക്ട് ചെയ്ത ആളുകളെ മാത്രം നിങ്ങൾ, ആ സെലക്ട് ചെയ്ത ആളുകളും ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ താടിയുണ്ട്, അത്യാവശ്യം മുടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അവർക്ക് എന്തൊരു കാറ്റഗറി ചെയ്തൊരു ഡ്രസ്സിങ്, അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഇതാ ജനഗണമനയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ, അവനെ കണ്ടാലറിയാം അവൻ ചെയ്യും, അവനെ കണ്ടാലറിയാം. എന്ത് കണ്ടാലറിയാം? ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സ്വർണവും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇപ്പോൾ ആരെ മറയാക്കി, സ്ത്രീകളെയും കുട്ടികളെയും മറ്റേ ഡോഗ്സിനെ വരെ മറയാക്കിയിട്ടാണ് ഇവിടെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കേസുകളിലും പിടിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും മറ്റേ ഡോഗും അതും ഇതൊക്കെ ആയിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇനി കൊണ്ടുവരാനുള്ളവനാണെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാനുള്ളവന് ഈ ലുക്കോ അല്ലെങ്കിൽ മറ്റേ പരിപാടിയൊന്നുമില്ല. രമേഷ് പിഷാരടി മറ്റേ സിനിമയിൽ ഷർവാണി ഇട്ട് പോയിട്ടാ മറ്റേ സെറ്റപ്പായത്. അല്ലാന്ന് അങ്ങനെയുള്ള ടീംസിനകത്ത് നല്ലവന്മാരാ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരു ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അതിനൊരു കാര്യമോ കാരണമോ വേണം. കാര്യവും കാരണമൊന്നുമില്ല, നിന്റെ ലുക്കാണ് നിന്റെ പ്രശ്നം. എൻ്റെ ലുക്കാണ് എൻ്റെ പ്രശ്നം. ആ സാറ് പറയാം, നിന്റെ എന്ത് അപ്പിയറൻസ്, നിന്റെ അപ്പിയറൻസിന് എന്താ പ്രശ്നം? അങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ അങ്ങോട്ട് സാർ എന്ന് വിളിച്ചിട്ടാണ് പല ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും നമ്മൾ റെസ്പെക്ട് കൊടുക്കാറ്. സാർ പലതെന്നല്ല, എല്ലാവരെയും നമ്മൾ സാർ എന്നാ വിളിക്കാറ്. തിരിച്ചും കിട്ടണ എന്താ പോടാ പോടാ എന്നിരിക്കുന്നു. ഇവൻ്റെയൊക്കെ അച്ഛന് വേറെ ഏതോ സെറ്റപ്പിലുണ്ടായ മക്കളെ പോലെ എന്താ വാടാ പോടാന്ന്. ഉളുപ്പും നാണവും മാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന സാധാരണക്കാരെ നിങ്ങൾ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾ മറ്റേ തമ്പുരാക്കന്മാരാണ്, ഞങ്ങൾ കസ്റ്റംസിലാണ്, ഞങ്ങൾ എയർപോർട്ടിൽ ഞങ്ങൾ ഭയങ്കര തമ്പുരാക്കന്മാരാന്നുള്ള ഫീലിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറേ പേരുണ്ട്. ഞാൻ കുറച്ചൊന്നല്ല, കുറേ പേരെന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നത്, കാരണം പച്ചയ്ക്ക് നമ്മളോട് പറയാം നിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ നിന്റെ ലുക്ക് എന്നൊക്കെ. അത് നോക്കുന്നുണ്ട് ഇങ്ങനെ അടിമുടി. കാരണം എന്താ പറയുക, ഈ രാജ്യത്തിരുന്നുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഈ രാജ്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ളത്. അനുഭവിച്ച ഒരുപാട് പേരുണ്ടാവും. ഞാനത് ആരും ഇങ്ങനെ പറഞ്ഞ് കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല. ഇപ്പം ഞാനിത് സ്റ്റോറി ഇട്ടപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ എന്നോട് പറയാം, ചേട്ടാ അനുഭവിച്ചിട്ടുണ്ട്, ചേട്ടാ അനുഭവിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ആണുങ്ങൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഷൂസ് അഴിപ്പിച്ചിട്ടുണ്ട്. എന്തിനിടെ കുനിച്ച് നിർത്തി ജഡ്ഡി വരെ അഴിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്.
ശരി, അവർ എല്ലാവരും ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സോളിഡ് ആയിട്ട് എന്തെങ്കിലും റീസൺ കൊണ്ടാണെങ്കിൽ ഓക്കെ. സ്കാനറിൽ തപ്പി അവർക്ക് എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നി, ഇറ്റ്സ് ഫൈൻ. അതൊന്നുമില്ല. കാഴ്ചയിൽ ഓക്കെ, ചില പോലീസ് ഓഫീസർക്കോ അല്ലെങ്കിൽ ചില ആളുകൾക്കോ കാഴ്ചയിൽ ചിലപ്പോൾ ഒരു ഇത് തോന്നാം, ഒരു ഡൗട്ടോ ക്യൂരിയോസിറ്റിയോ തോന്നാം. എന്നാലും മാന്യമായിട്ട് ഒന്ന് സംസാരിക്കണ്ടേ? സർ, ആ ബാഗ് ഒന്ന് അവിടെ വയ്ക്കും, നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ. കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ ഓക്കെ, വി ആർ ഫൈൻ, ഒരു ചിരിയും ചിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഇത് അതിന് പകരം എന്തോ അയാളുടെ ഔദാര്യത്തിൽ ഞാൻ മറ്റേ പുറത്തു പോയി തിരിച്ചു വരുന്ന പോലെ ഉണ്ട്. നമ്മൾ കാശും മുടക്കി പോയി തിരിച്ചു വരുമ്പോൾ ഇവൻ്റെയൊക്കെ ഔദാര്യം പിടിച്ച ഓഞ്ഞ മുഖം കാണണം നമ്മൾ. എന്ത് ഗതികേടേ ഇത്. മിനിമം ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കാനും, അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടും. അത് പഠിക്കുക. പിന്നെ വരുന്ന എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഒരാളുടെ ലുക്കോ ഒരാളുടെ ഡ്രസ്സിങ്ങോ എൻ്റെ മുടിയോ എൻ്റെ താടിയോ എൻ്റെ ടാറ്റു എന്ന് പറഞ്ഞ് വേർതിരിവ് കാണിച്ചിട്ട് കൊള്ളാടേ കുറേ എണ്ണം ഈ നാട്ടിൽ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ജനറേഷൻ ഇറ്റ്സ് ലൈക്ക് ഫൈൻ. കുറേ എണ്ണങ്ങളുണ്ട് ഈ അങ്ങ് സ്റ്റേജിലെത്തി നിൽക്കുന്നവന്മാർ. ഇവർക്കാണ് ഈ കടിയും പൊട്ടലും. കഷ്ടം തന്നെ. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര വേഴ്സ് സാധനമായി പോയി.